ബഹുമാനപ്പെട്ട പരസ്പരം വായനക്കൂട്ടത്തിലെ മുഴുവൻ അംഗങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. 221 ഓൺലൈൻ സമ്മേളനത്തോടനുബന്ധിച്ച് നടത്തുന്ന കഥയരങ്ങിൽ ഞാൻ അവതരിപ്പിക്കുന്ന കഥയുടെ പേര് അച്ഛൻ്റെ അസാന്നിധ്യം. എൻ്റെ പേര് ഷാജിമോൻ ഉളശ. ഓണാവധി എത്ര പെട്ടെന്നാണ് കടന്നുപോയത്. ഓരോ ദിനങ്ങളിലും മിഴികളിലൂടെ നിറഞ്ഞൊഴുകിയ കണ്ണുനീർ തുള്ളികളുടെ അളവ് എത്രയെന്ന് അവൾ അറിഞ്ഞതേയില്ല. ഓർമ്മകളിൽ ഉടനീളം നിറഞ്ഞു നിൽക്കുന്ന അച്ഛൻ്റെ നിറസാന്നിധ്യം ഇത്തവണ ഇല്ലാതെ വന്നപ്പോൾ മാത്രമാണ് വലിയൊരു നഷ്ടബോധം ജന്മം കൊണ്ടത്. നാട്ടിൽ വന്ന നിമിഷം മുതൽ ശ്രുതിക്ക് മാത്രമല്ല, ഭർത്താവിനും മക്കൾക്കും നിറഞ്ഞ മൂകത തന്നെയായിരുന്നു അച്ഛൻ്റെ അസാന്നിധ്യം. അച്ഛൻ എല്ലാവർക്കും എല്ലാമായിരുന്നു. അവരവർ എങ്ങനെ വിചാരിക്കുന്നതോ അതായിരുന്നു എല്ലാവർക്കും മുൻപിൽ അച്ഛൻ. അച്ഛൻ, കൂട്ടുകാരൻ, മുത്തച്ഛൻ, അങ്ങനെ എല്ലാമായിരുന്നു തൻ്റെ അച്ഛനെന്ന് ശ്രുതി തിരിച്ചറിയുന്ന ഓരോ നിമിഷങ്ങളും അവൾക്ക് സഹിക്കുന്നതിനും അപ്പുറമായിരുന്നു. നാട്ടിൽ വരുന്ന വിവരം അറിയുമ്പോൾ തന്നെ ആഴ്ചകൾക്ക് മുമ്പ് തന്നെ അച്ഛൻ ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിരിക്കും. ഇന്ന് മറ്റൊന്നിനും കുറവുകളില്ല. അച്ഛൻ്റെ കുറവ് പരിഹരിക്കാൻ ആർക്കും കഴിഞ്ഞില്ല. എല്ലാവരിലും ഒരേപോലെ അനുഭവപ്പെട്ട നഷ്ടം തന്നെയായി ഇന്നും ബന്ധപ്പെട്ട ഓരോ മനസ്സുകളെയും കുത്തി നോവിച്ചുകൊണ്ടേയിരുന്നു. ബാംഗ്ലൂരിൽ കുടുംബസമേതം കഴിയുന്നതിനിടയിൽ ശ്രുതിക്കും ഭർത്താവിനും മക്കൾക്കും ഒന്നിച്ചു കിട്ടുന്ന നീണ്ട അവധി ദിവസങ്ങൾ വന്നു ചേരുമ്പോൾ നാട്ടിലെത്തുന്ന ആദ്യ പകുതി ദിനങ്ങൾ ഭർതൃഗൃഹത്തിലും അവസാന നാളുകൾ ശ്രുതിയുടെ വീട്ടിലും ചെലവഴിച്ചാണ് ശ്രുതിയും കുടുംബവും ഓരോ അവധി നാളുകളും ആഘോഷിക്കുന്നത്. രണ്ടു സ്ഥലങ്ങളിലും വ്യത്യസ്തമായ നിറങ്ങളിൽ ആഘോഷച്ചുവടുകൾ വയ്ക്കുന്നത്. രണ്ടു സ്ഥലങ്ങളിലും കുട്ടികളടക്കം എല്ലാവരും ആഹ്ലാദ തിമിർപ്പിൽ തന്നെയായിരിക്കും. ശ്രുതിയുടെ വീട്ടിലെത്തുമ്പോഴാണ് എല്ലാവരും മതിമറന്ന് ആഘോഷിക്കുന്നത്. അച്ഛനായിരുന്നു അതിൻ്റെ മൂലകാരണവും. ഓണനാളുകളിൽ മുറ്റത്ത് പടർന്നു നിൽക്കുന്ന മാവിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും വേണ്ടി തരം തിരിച്ചു കെട്ടിയ ഊഞ്ഞാലിൽ ഇരുത്തി ആട്ടുമ്പോഴും കൊച്ചുകുട്ടികളെപ്പോലെ വഴക്കു കൂടുമ്പോഴുമെല്ലാം അച്ഛൻ കുട്ടിയും അച്ഛനും അപ്പൂപ്പനും തന്നെയായി പെരുമാറിയിരുന്നു. തൊട്ടതിനെല്ലാം ശ്രുതി അച്ഛനുമായി വഴക്കു കൂടുക പതിവ് കാര്യം തന്നെയായിരുന്നു. സ്നേഹക്കൂടുതലും അവർ തമ്മിലായിരുന്നു. ശ്രുതി മനസ്സിൽ വിചാരിച്ചാൽ അച്ഛൻ അത് നിമിഷങ്ങൾക്കുള്ളിൽ നടപ്പിലാക്കിയിരിക്കും. അച്ഛനും മകളും തമ്മിൽ കുട്ടികളെപ്പോലെ വഴക്കുകൂട്ടുകയും പരസ്പരം മിണ്ടാതിരിക്കുകയും ചെയ്യും. അപ്പോഴെല്ലാം ആ വീട് ശോകമൂകമായിരിക്കും. അത്തരം നിമിഷങ്ങൾ അധിക സമയം നീളാൻ ആരും അനുവദിക്കാറേയില്ലായിരുന്നു. യാത്രകളേറെ ഇഷ്ടപ്പെട്ടിരുന്ന അച്ഛൻ എല്ലാവരെയും കൂട്ടി ബീച്ചുകളിലും മുന്തിയ ഹോട്ടലുകളിലും കൊണ്ടുപോകുന്നതും എല്ലാവരും ഇന്നും ഓർമ്മയിൽ സൂക്ഷിച്ചിരുന്നു. ഇത്തവണ ശ്രുതിയുടെ സഹോദരൻ ആകാശ് മൂവാണ്ടന്മാവിൽ ഊഞ്ഞാലുകൾ കെട്ടിയിരുന്നെങ്കിലും അച്ഛൻ്റെ കാലത്തുള്ളത്രയും ആട്ടം ഊഞ്ഞാലുകൾ നടത്തിയിരുന്നില്ല. ആർക്കും അതിലൊന്നും ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. അച്ഛൻ്റെ അസാന്നിധ്യത്തിൽ എല്ലാവരും വീടിനുള്ളിൽ ഫോണുകളും തോണ്ടി മുറികളിൽ കഴിഞ്ഞുകൂടുകയായിരുന്നു ഏറിയ മണിക്കൂറുകളും. പേരക്കുട്ടികളിലും ബാധിച്ചിരുന്നത് എല്ലാവരും മനസ്സിലാക്കി. അവധി തീർന്ന് തിരികെ പോകുന്നതിന് തലേന്ന് അച്ഛൻ ഒരുക്കങ്ങൾ തുടങ്ങും. ഒരുക്കങ്ങൾ പൂർത്തീകരിച്ച ശേഷം ഒരു ചോദ്യവും പതിവാണ്: മറ്റന്നാൾ പോയാൽ പോരെ? ചില നാളുകളിൽ അച്ഛൻ്റെ ചോദ്യത്തിന് മുൻപിൽ ദിവസങ്ങൾക്ക് മാറ്റം വരുത്തിയിട്ടുമുണ്ട്. അച്ഛനും കൂടെ വന്ന എത്രയെത്ര സന്ദർഭങ്ങൾ ഓർക്കുമ്പോഴെല്ലാം ശ്രുതി പൊട്ടിക്കരിഞ്ഞുകൊണ്ടേയിരുന്നു. എത്രയും വേഗം നാട്ടിലേക്ക് തിരികെ പോയാൽ മതി എന്ന ചിന്തയും ഉള്ളിൽ പൊങ്ങി മറിഞ്ഞുകൊണ്ടിരുന്നു. അച്ഛൻ്റെ എല്ലാ കുറവുകളും പരിഹരിക്കുവാൻ അമ്മയും ആകാശിൻ്റെ ഭാര്യയും വേണ്ടതെല്ലാം ഒരുക്കിയിരുന്നു. പക്ഷേ അച്ഛൻ്റെ അസാന്നിധ്യം ആർക്കും പരിഹരിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്ന സത്യം എല്ലാവരും തിരിച്ചറിയുമ്പോഴും വീടിൻ്റെ ഓരോ കോണുകളിൽ നിന്നും അച്ഛൻ്റെ ആത്മാവിൻ്റെ സ്നേഹധ്വനികൾ കേൾക്കാമായിരുന്നു. ശ്രുതിയും കുടുംബവും തിരികെ പോകുവാനുള്ള ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുമ്പോഴെല്ലാം അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു. ഒന്നിനും ഒരു ചിട്ടയോടുകൂടി അടുക്കിപ്പെറുക്കി വയ്ക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ശ്രുതിക്ക് നല്ലവണ്ണം അറിയാം. അച്ഛൻ എല്ലാം ഓർമ്മപ്പെടുത്തി എടുത്തു വയ്പ്പിക്കുന്ന പതിവ് അനുഭവത്തിൽ കിട്ടാതെ വന്നപ്പോൾ എല്ലാത്തിനും താളപ്പിഴവ് ഉണ്ടായതായി അവൾ അറിഞ്ഞു. കാറ് കഴുകി തുടച്ച് വൃത്തിയാക്കിയ ശേഷം കൊണ്ടുപോകുവാനുള്ള സാധനങ്ങൾ ഒന്നൊന്നായി വാഹനത്തിൽ കയറ്റിവെച്ച് താക്കോൽ പ്രാർത്ഥനയോടുകൂടി ഭർത്താവിൻ്റെ കയ്യിൽ കൊടുത്ത ശേഷം വീട്ടിൽ നിന്നുമുള്ള ഇടുങ്ങിയ വഴിയിൽ നിന്ന് മെയിൻ റോഡ് വരെ വാഹനം എത്തിക്കുന്നതിന് സൈഡ് പറഞ്ഞ് മുൻപേ നടക്കുമ്പോൾ അച്ഛൻ്റെ പുറകെ മെല്ലെ വാഹനം നീങ്ങുമ്പോഴും ധൈര്യമായിരുന്നു. ഇന്ന് പൊടി പിടിച്ച വാഹനത്തിൽ എന്തൊക്കെയോ സാധനങ്ങൾ പോകുവാൻ നേരത്തെ ധൃതി വെച്ച് കുത്തിനിറച്ച് കയറ്റുമ്പോഴും എല്ലാവരിലും ദുഃഖം നിറഞ്ഞു നിന്നിരുന്നു അച്ഛൻ്റെ അസാന്നിധ്യം. അപ്പോഴും എല്ലാവരും അനുഭവിച്ചു കൊണ്ടേയിരുന്നു. ഇടവഴിയിലൂടെ വണ്ടി മുന്നോട്ട് നീങ്ങുമ്പോൾ ആരെയും മുൻപിൽ സൈഡ് പറയാൻ കണ്ടിരുന്നില്ല. കൈകൾ വീശി യാത്ര പറയുമ്പോഴേക്കും എല്ലാവരുടെയും കണ്ണുകളിൽ നിന്നും അശ്രുകണകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു. അപ്പോഴും മൂവാണ്ടന്മാവിലെ ഊഞ്ഞാൽ നിശ്ചലമായി കിടന്നിരുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം.
ഇവിടെ എൻ്റെ കഥ പൂർണ്ണമാകുന്നു.